അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് 2025 ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്ഡേറ്റ് വന്ന നമ്മുടെ RTR 310 ആണ് കേട്ടോ. അതായത് എന്തൊക്കെയാണ് മറ്റൊന്ന് വെച്ചാൽ വിഷ്വലി മാറ്റാൻ കാണാൻ പറ്റുന്നത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ക്ലിയർ ക്ലച്ച് കൊണ്ടുവന്നിട്ടുണ്ട് RR 310 പോലെ തന്നെ. ഇതൊന്നും അല്ല മാറ്റങ്ങളെന്ന് പറയുന്നത്, BTOയിൽ നമുക്ക് കീലെസ് ആയിട്ടുള്ള ഒരു ഇഗ്നിഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലോഞ്ച് കൺട്രോളും ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടും. പിന്നെ പെർഫോമൻസിൽ എന്തൊക്കെയാണ് മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എഞ്ചിനിൽ ഒരു വ്യത്യാസം വന്നിട്ടൊന്നുമില്ല, സെയിം പവർ സെയിം ടോർക്കും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഫ്യൂലിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് RR 310ൻ്റെ സെയിം റിയർ സ്പോക്കറ്റാണ് ഇപ്പോൾ നിലവിൽ അത് യൂസ് ചെയ്യുന്നത്. 4 ടീത്ത് കുറവാണ്. ടോപ്പ് സ്പീഡ് കൂടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയിട്ടില്ലെന്നാണ് ഓടിച്ചവർ പറയുന്നത്. പക്ഷേ നമുക്ക് എഫേർട്ട്ലെസ്ലി ഇത് നമുക്ക് ഹൈവേ കൂടെ ഒരു 70, 80, 90 ആ ഒരു റേഞ്ചിലൊക്കെ പഴയതിനെ അപേക്ഷിച്ച് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു തുളുമ്പലില്ല. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ആയിരുന്നു. അതായത് വണ്ടി ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ആ ഒരു അഗ്രസീവ്നെസ് ഇപ്പം കുറച്ചൊന്ന് മയപ്പെടുത്തി ഇച്ചിരി ഒരു ലേശം ഒരു 5% ഒരു ലീനിയാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഫീലിങ്ങിലൊക്കെ കൊണ്ടുവന്ന എൻജിൻ കാലിബ്രേഷനിലൊക്കെ കൊണ്ടുവന്ന വ്യത്യാസമാണ് കേട്ടോ. അപ്പം കോട്ടൺ TVS എന്ന് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാക്ക് ടോർക്ക് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.